ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ വീഡിയോ ഹാർട്ട് ഷേപ്പ് മോൾഡ് ഇല്ലാതെ എങ്ങനെ ഹാർട്ട് ഷേപ്പിലുള്ള ഒരു കേക്ക് റെഡിയാക്കി എടുക്കാമെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. കൂടാതെ ഇതിനുള്ളിൽ ഒരു സർപ്രൈസ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതിനുള്ളിൽ എന്താണ് സർപ്രൈസ് എന്ന്? അപ്പോൾ ഗസ് ചെയ്യാൻ പറ്റുന്നവർ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 12 ഇഞ്ചിൻ്റെ ഒരു ബേസാണ് എടുത്തിട്ടുള്ളത്. റൗണ്ട് ആയാലും സ്ക്വയർ ആയാലും 12 ഇഞ്ചിൻ്റെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ മോൾഡിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കേക്കാണ്. 1 kg ബേസ് വരുന്ന കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും ഞാൻ ഫില്ലിങ്സും അതുപോലെ ഗനാഷൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി വരുമ്പോൾ എന്തായാലും ഒരു 1.5 kg വെയിറ്റ് വരും. അപ്പോൾ ഇത് ഞാൻ ഓവനിൽ ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ്. ഇതിൻ്റെ റെസിപ്പി ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 1 kg അളവിൽ വരുന്ന ബേസിക് സ്പോഞ്ചിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ വാനില കേക്കാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഫ്ലേവർ കൊടുക്കുന്നത് ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറാണ് കേട്ടോ. ഏത് കേക്കായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ 12 ഇഞ്ചിൻ്റെ ബേസിൽ ആദ്യം കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഡിസൈനിങ്ങും എല്ലാം കൂടെ കണക്കിലെടുത്തിട്ട് 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കേക്ക് ബേസിൽ വെക്കുന്ന സമയത്ത് മുകളിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കുറച്ച് താഴേക്കായിട്ട് ഇങ്ങനെ വെക്കുകയാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്തിട്ട് അവിടെ ഒരു ചെറിയ പീസ് വെക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് മുകൾ ഭാഗം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേക്ക് വെക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഫ്രോസ്റ്റിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ക്രീമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇതിൽ ഇങ്ങനെ കേക്കിൻ്റെതും ഒക്കെ സെപ്പറേറ്റ് ഇടാഞ്ഞത്. അതുകൊണ്ടാണ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്നിട്ട് ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രാലൈനൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്താൽ ഒരുപാട് ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ടാട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാനത്. അപ്പോൾ നമ്മുടെ പ്രാലൈനും ഇതിലൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പ്രാലൈൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പും ബദാമും ആണ് ഞാൻ അതിൽ യൂസ് ചെയ്തിട്ടുള്ള നട്ട്സ്. അപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. നമ്മൾ നോർമലായിട്ട് കേക്ക് എങ്ങനെയാണോ ഏത് ഫ്ലേവറിലാണോ ചെയ്യുന്നത് ആ രീതിയിലാണ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെപ്പോഴും പറയുന്നതാണ് ഓരോ ലെയർ വെക്കുമ്പോഴും സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ലെവലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓരോ കേക്കിൻ്റെ ലെയേഴ്സും ക്ലീൻ ആക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ബ്രഷ് വെച്ചിട്ടാട്ടോ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ലെയറും സെയിം പ്രൊസീജിയർ തന്നെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിന് മുന്നേ ആയിട്ട് വേറൊരു കേക്ക് ഇതുപോലെ തന്നെ ഫോണ് കേക്കിൻ്റെ ഉള്ളിൽ സർപ്രൈസായിട്ട് വെച്ചിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മോളുടെ മാഡത്തിന് ഞങ്ങൾ കുറച്ച് പേരൻസ് എല്ലാം കൂടെ ചേർന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു കേക്കായിരുന്നു കേട്ടത്. അപ്പോൾ ആ ഒരു ലിങ്ക് വേണമെന്നെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അങ്ങനെ ഫോണൊക്കെ സർപ്രൈസായിട്ട് നിങ്ങൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അതുപോലെയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ആ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്തായാലും നിങ്ങൾക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാവും ഈ ഒരു 1 kg 1.5 kg അളവിൽ വരുന്ന ഈ കേക്കിനുള്ളിൽ ഫോണാവില്ല എന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഗസ് ചെയ്യുക കേട്ടോ. അങ്ങനെ മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊന്ന് സെറ്റാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മളിതിനുള്ളിൽ ഫില്ലിങ്സ് ഒന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് 1 kg അളവിൽ തന്നെ ഈ ഒരു കേക്ക് കിട്ടും. പിന്നെ നമ്മളിതിൽ ഫില്ലിങ്സും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത് 1.5 kg വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സർപ്രൈസ്. ഇതുപോലൊരു റിങ്ങാണ് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ഉള്ളിലായിട്ട് വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്കൊക്കെ ആദ്യം തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സർപ്രൈസായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയെന്ന്. അപ്പം എന്തായാലും ഇതാണ് നമ്മൾ സർപ്രൈസായിട്ട് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു ക്ലിങ് ഫിലിം വെച്ചിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കണം. കേക്കിൻ്റെ ഉള്ളിൽ വെക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ക്ലിങ് ഫിലിം വെച്ചിട്ട് നന്നായിട്ട് 2-3 തവണ ഒന്ന് ചുറ്റിയിട്ട് റാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് കേക്കിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്രം കോട്ടിങ് ചെയ്തിട്ടുള്ള കേക്ക് നന്നായിട്ടൊന്ന് സെറ്റ് ആയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അതിലേക്ക് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഹാർട്ട് ഷേപ്പിലൊന്ന് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ കേക്കിൽ ആദ്യം ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. കറക്റ്റ് ഒരു പ്ലസ് ചിഹ്നത്തിൽ കറക്റ്റ് 2 ഭാഗത്തും ഒരേ ഈക്വലായിട്ട് ആദ്യം ഒന്ന് ഇങ്ങനെ അളന്ന് വെക്കുക കേട്ടോ. കട്ട് ചെയ്യരുത്, ജസ്റ്റ് ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ഒരു പ്ലസ് ചിഹ്നത്തിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗത്തിൻ്റെ ആ ഒരു 2 അറ്റം തമ്മിൽ ഇങ്ങനെ ബന്ധിപ്പിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അതേ സൈഡിൽ നിന്ന് തന്നെ മറ്റേ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഇത് വേസ്റ്റായി കളയാനുള്ളതല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് കുറച്ച് ക്രീം ഒന്ന് അവിടെ സ്പ്രെഡ് ചെയ്തിട്ട് ഈ ഒരു പീസ് അങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കാം.
നമുക്ക് ഹാർട്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹാർട്ട് ഷേപ്പിൻ്റെ മോൾഡൊന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക, ഇങ്ങനെ വളച്ചിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. പ്രസ് ചെയ്ത് അപ്പോൾ അവിടെ ക്രീം അപ്ലൈ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ ഒട്ടിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ അവിടെ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വളച്ചിട്ട് അവിടെ പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഈ സൈഡ് ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തതും അതുപോലെ തന്നെ അവിടെ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതും അവിടെ തന്നെ വെച്ച് കൊടുക്കുക. ഇപ്പോഴും കറക്റ്റ് ആ ഒരു ഹാർട്ട് ഷേപ്പ് അങ്ങോട്ട് കറക്റ്റായിട്ട് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു പണി കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഒന്ന് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത ഭാഗത്തൊക്കെ ഒന്ന് ക്രീം ഉണ്ടാവില്ലല്ലോ, അവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് ലെവലാക്കിയ ശേഷം ഒരു ഭാഗം കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ആ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്ന് കുറച്ച് ചെറിയൊരു പീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു ഭാഗത്ത് നിന്ന് കറക്റ്റ് ആ ഒരു ഹാർട്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കേക്ക് കട്ട് ചെയ്ത ഭാഗത്ത് ക്രീം ഉണ്ടാവില്ലല്ലോ, അവിടെ ഒന്ന് കുറച്ച് ക്രീം ഒന്ന് അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് സർപ്രൈസ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള റിങ് എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കുക, കറക്റ്റായിട്ട് അളവ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. മുഴുവനായിട്ട് കട്ട് ചെയ്യേണ്ട, താഴത്തെ ലെയർ അവിടെ വെച്ചിട്ട് ആ രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. നമ്മൾ റിങ് ആയതുകൊണ്ട് കുറേ സ്പേസ് പോകുമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു താഴെ നടുവിലുള്ള ലെയർ മാത്രമേ പോവുള്ളൂ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇത് മെല്ലെ ശ്രദ്ധിച്ചിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ ക്രം കോട്ടിങ് ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ മുന്നേ കട്ട് ചെയ്താൽ ചിലപ്പോൾ കേക്ക് സെറ്റ് ആവില്ലല്ലോ, അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു സെൻറ്ററിലെ ലെയർ മാത്രം ഒന്ന് എടുക്കുകയാണ്. മുകളിലെ ലെയർ നമ്മൾ വീണ്ടും അതിൻ്റെ ആ ഒരു റിങ്ങിൻ്റെ ബോക്സ് വെച്ചതിന് ശേഷം മുകളിലെ ലെയർ വീണ്ടും അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആ റിങ് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് മുകളിലെ ലെയർ വീണ്ടും വെച്ച് കൊടുക്കാം. മുകളിലെ ലെയർ ചിലപ്പോൾ വെക്കുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. നമ്മൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പൊങ്ങി നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. അപ്പോൾ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, കുറച്ചൊന്ന് പൊങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. എന്നിട്ട് വീണ്ടും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഫൈനൽ ഫ്രോസ്റ്റിങ് കഴിയുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ക്ലീൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതിൻ്റെ മേലായിട്ട് ഗനാഷ് ഒഴിക്കുന്നുണ്ട്. റെഡ് കളറിലുള്ള ഗനാഷ് ഒഴിക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഫിനിഷിങ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം എന്നുള്ള ഷാർപ്പടിച്ച രീതിയിലല്ല ആ ഒരു സൈഡ് വിചാരിച്ചിരിക്കുന്നത്, കുറച്ചുകൂടി ഒരു കർവ് രീതിയിൽ വളഞ്ഞിട്ടുള്ള രീതിയിലാണ് മുകൾ ഭാഗം വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ അടിയിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഇത് കിട്ടുമല്ലോ, വളഞ്ഞ രീതിയിൽ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അങ്ങനെ ആ രീതിയിൽ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചെയ്തിട്ടെടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ ഒന്നും കൂടെ ഒരു കർവ് രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ എന്തെങ്കിലും HP ഷീറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്ക്രാപ്പറൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനത്തെ ഒക്കെ വാങ്ങിച്ചാൽ ഇത് അതുപോലെ ചെയ്തെടുത്താൽ അവിടെ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ഒരു എക്സ്റേ ഷീറ്റാണ്. അത് കഴുകിയിട്ട് അതിൻ്റെ ആ ഒരു ബ്ലാക്ക് കളറൊക്കെ ഒഴിവാക്കിയിട്ട് ഉരച്ചിട്ട് ഒഴിവാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എക്സ്റേ ഷീറ്റിൻ്റെ പീസാണ്. പിന്നെ ഞാനിവിടെ 1 കപ്പ് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് ക്രീം ചേർത്തിട്ട് മെൽട്ടാക്കിയിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അതിലേക്ക് മാജിക് കളറിൻ്റെ റെഡ് കളർ ഒരു 2 ഡ്രോപ്പ് ചേർത്തിട്ട് ഗനാഷ് ഉണ്ടാക്കിയെടുത്തിട്ടാണ്. അപ്പോൾ അത് കേക്ക് നന്നായിട്ട് തണുത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഗനാഷ് ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും പറയുന്നതാണ്, കേക്ക് നന്നായിട്ട് തന്നെ തണുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഗനാഷ് ഒലിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് തണുത്ത കേക്കിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഗനാഷ് ചെറിയ ചൂട് പോയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ചൂടോട് കൂടല്ല, ചെറിയ ചൂട് പോയതിന് ശേഷം. അപ്പോൾ കേക്ക് തണുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ക്രീമൊക്കെ മെൽട്ടായി പോകും, കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിന് ശേഷം നമുക്ക് ഈ വന്നിട്ടുള്ള ഒലിച്ചിറങ്ങിയിട്ടുള്ള ഗനാഷൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് എടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുത്ത ശേഷമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് മാറ്റുക, ഒരു സ്ക്രാപ്പർ വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ട് ആ രീതിയിൽ ഇതൊന്ന് അവിടെ നിന്ന് മാറ്റിയെടുത്തിട്ട് ബേസൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ ബേസൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, തുടച്ചെടുത്തിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വൈറ്റ് ക്രീം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെറിയൊരു പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ പേള് രൂപത്തിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്.
ഇതുപോലെ ഇങ്ങനെ ഒരു നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു മോഡൽ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു മോഡൽ എവിടെ ഒന്ന് കിട്ടിയതാണ്, എനിക്ക് എവിടെ തപ്പി പിടിച്ചപ്പോൾ കിട്ടിയതാണ് ഈ ഒരു മോഡൽ. അപ്പോൾ ആ രീതിയിൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ അതിങ്ങനെ ഡിസൈൻ വരച്ചു കൊടുക്കുകയാണ്. പ്രസ് ചെയ്ത് ഇങ്ങനെ പേള് രൂപത്തിൽ വരച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ ഈ ഒരു കേക്കിന് ചുറ്റും ആ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. താഴെയും അതുപോലെ ചുറ്റും ഈ ഒരു ഡിസൈൻ തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സെൻറ്റർ കൂടെയും ആ ഒരു ഡിസൈൻ തന്നെ വരക്കുന്നുണ്ട്. താഴെ വരെ ആ ഒരു ഡിസൈൻ തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഡിസൈന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ചെറിയ ഹോളാക്കിയിട്ടുള്ളൂ കേട്ടോ ഈ ഒരു പൈപ്പിംഗ് ബാഗിൽ. അപ്പോൾ ഈ ഒരു ഡിസൈനും കൂടെ കണക്കിലെടുത്തിട്ടാണ് ചെറിയൊരു ഹോളാക്കി എടുത്തിട്ടുള്ളത്. നമുക്കിങ്ങനെ തോന്നുന്ന രീതിയിൽ പൈപ്പിംഗ് ബാഗ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനായിട്ട് കിട്ടും. കറക്റ്റ് ഏത് രീതിയിലൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇടില്ല, ആ രീതിയിൽ അങ്ങനെ വരച്ചു കൊടുത്താൽ മതി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ. അപ്പോൾ ചെറിയ ഹോളായാലും നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ കേട്ടോ. വലിയ ഹോളായാൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു ചെറിയ രീതിയിൽ കിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 3 റോസ് ഫ്ലവർ കൂടെ ഇതിൻ്റെ സൈഡിലായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ റോസ് പെറ്റൽസിൻ്റെ നോസിലിട്ടിട്ട് ഇതുപോലെ നെയിൽ വെച്ചിട്ട് വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു ഫ്ലവർ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഫ്ലവർ നമുക്ക് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത് അവിടെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വെച്ചാൽ ഒന്നുകൂടെ കാണാൻ ഭംഗി ഉണ്ടാവും, ഒരു കുറച്ച് ഹൈറ്റിൽ കിട്ടും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ഫ്ലവറും അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 3 ഫ്ലവറാണ് ഞാൻ ഇതുപോലെ വരച്ചു കൊടുക്കുന്നത്. അങ്ങനെ 3 ഫ്ലവറും വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പേരെഴുതി കൊടുക്കാം. അപ്പോൾ ഞാൻ ഫോണ്ടൻറ്റിലാണ് പേരെഴുതി കൊടുക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് എന്ന് പറഞ്ഞിട്ട് ഫോണ്ടൻറ്റിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡെലിവറി ചെയ്യാൻ സമയത്തൊക്കെയാണ് അത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫോണ്ടൊക്കെ നമ്മൾ ഫോണ്ടൻറ്റിലാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എഴുതി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതുപോലെ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ അത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, ഈ ഒരു ഡിസൈനൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പിന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.